ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നിശ്ചയമായും അനുഗ്രഹിക്കണം. 1 ദിനവൃത്താന്തം 4 അധ്യായം 9-10 വാക്യങ്ങളിൽ എബേസിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എബേസിൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം പറയുന്നത് നിശ്ചയമായും അനുഗ്രഹിക്കണം. നിശ്ചയമായും അനുഗ്രഹിക്കണം. ദാറ്റ്സ് ദ ടോപ്പിക് ടുഡേ. വേദപുസ്തകത്തിൽ മനോഹരങ്ങളും എന്നാൽ അതേസമയം സംക്ഷിപ്തങ്ങളുമായ ചില ജീവിത ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊന്നാണ് എബേസിൻ്റെ ജീവചരിത്രം. ഈ ജീവചരിത്രം 2 വാക്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അതിലൊരു വാക്യം അഥവാ അതിൻ്റെ പകുതി എബേസിൻ്റെ പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ പകുതി പ്രാർത്ഥന. ഇത്തരത്തിലുള്ള ജീവിത ചരിത്രങ്ങൾ വളരെ ചുരുക്കമാണ്. ഒരു ജീവിതത്തിൽ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതം വിലയുള്ളതായി തീരുന്നത്, മാതൃകയിലുള്ളതായി തീരുന്നത്, അനുഗ്രഹമായി തീരുന്നത്. നമ്മുടെ ജീവചരിത്രം ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എത്ര സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്ന് രേഖപ്പെടുത്തും. ഈ പ്രശ്നം കലങ്കുഷമായ ഒരു സ്വയ പരിശോധനയിലേക്ക് നമ്മളെ നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എബേസ് സഹോദരന്മാരെക്കാൾ മാന്യനാണ്. എബേസിന് തൻ്റെ സഹോദരന്മാരെ പോലെ മാത്രമേ മാന്യതയുള്ളെങ്കിൽ അത് പ്രത്യേകം പ്രസ്താവിക്കേണ്ടത് ഇല്ല. എന്നാൽ സഹോദരന്മാരുടെ മധ്യയെ അവനെ വേർപെടുത്തി നിർത്തത്തക്കവണ്ണം ചില സ്വഭാവവിശേഷതകൾ എബേസിൽ ഉണ്ട്. എബേസിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചെറിയ പ്രാർത്ഥന. ഇതിൽ എത്രമാത്രം അർത്ഥഗംഭീരവും സാരഗർഭവും നിഷ്പഷ്ടവുമായ ഒരു പ്രാർത്ഥന ആണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അനേക പ്രാർത്ഥനകൾ നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥനയിൽ വില്ലനും വിദഗ്ധനുമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അരമണിക്കൂർ പ്രാർത്ഥിച്ചാലും അതിലൊരു പോയിന്റ് പോലും ഇല്ലാത്ത പ്രാർത്ഥന നമ്മൾ കേൾക്കാറുണ്ട്. കാട് കയറുന്ന പ്രസംഗവും പ്രാർത്ഥനയും ഇക്കാലത്ത് ഒട്ടും കുറവല്ല താനും. അപ്രകാരം കാട് കയറുന്നവർക്ക് എബേസിൻ്റെ പ്രാർത്ഥന ഒരു ഉത്തമ മാതൃകയായിരിക്കട്ടെ. ലൂക്കോസ് 22:44 നമ്മൾ വായിക്കുന്നതായ കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് വായിക്കുന്നത്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശക്തിയോട് പ്രാർത്ഥിച്ചു, അവൻ്റെ വിയർപ്പ് നിലത്ത് വീണു. പ്രിയ ദൈവമക്കളെ, അല്ല, നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടല്ലോ, എബേസിൻ്റെ പ്രാർത്ഥന കണ്ടല്ലോ. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.